ദേവികെ ഇറങ്ങട്ടെ. കേട്ടോ അച്ഛാ, നിത്യയ്ക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാതിരുന്നത് ഒട്ടും ശരിയായില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ. അത് വേറെ ആരുമല്ല, ശരത്ത. അവനെ ഇങ്ങനെ പറയൂ. അവനെ അതുകൊണ്ട് ഗുണമുള്ളൂ. നീ അത്രയ്ക്ക് വലിയ മിടിക്കൊന്നും ആവണ്ട. ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നീ പറ, എന്തുകൊണ്ടാ നിത്യ ആത്മഹത്യ ചെയ്തതെന്ന്? ആത്മഹത്യ ചെയ്തെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ? പിന്നെ എങ്ങനെയാ മരിച്ചേ? അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും. കണ്ടുപിടിക്കുന്നവരെ എനിക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാമല്ലോ. നിത്യ ആത്മഹത്യ ചെയ്തത് തന്നെയാ. കാരണം സ്വത്ത് മുഴുവൻ ഇവൾക്ക് എഴുതി കൊടുത്തത്. ഇതല്ലാതെ മറ്റൊരു കാരണവും ഞാനായിട്ട് കാണുന്നില്ല. എനിക്ക് തെറ്റിയതാണെങ്കിൽ തിരുത്തല്ലോ. പിന്നെ എങ്ങനെയാ മരിച്ചേ? ആക്സിഡന്റ് ആണോ? ഈ ആരെങ്കിലും കൊന്നതാണോ? മരിക്കാൻ ഒരു കാരണം വേണമല്ലോ. ഇതിന്റെ ഉത്തരം നിന്നെ പറഞ്ഞു വിട്ടവനോട് പറഞ്ഞോളാം ഞാൻ. ആത്മഹത്യ, സ്വത്ത്, നിരാശ, ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പോയി അറിയിച്ചേക്ക് അവനോട്. നിത്യയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുന്നു. ഒന്നുകൂടി പറയണം, ആ കാരണം ഒരിക്കലും ആത്മഹത്യ ആയിരിക്കില്ല. ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല ദേവികെ. ഇവളുടെ ഒന്നും തലേ കയറത്തില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ശരി അച്ഛാ. എന്താ മോളെ അവരിങ്ങനെയൊക്കെ പറയുന്നേ? സ്വത്ത് കിട്ടാത്ത എന്റെ പേര് എന്റെ മോൾ അങ്ങനെയൊക്കെ ചെയ്യൂ? ഒരിക്കലും അച്ഛൻ അങ്ങനെ ഒരു പറയുന്നത് ഈ മരണം എനിക്കെതിരെ തിരിക്കാൻ വേണ്ടിയാ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. സത്യം നമ്മൾ കണ്ടുപിടിക്കും. അച്ഛൻ സമാധാനായിട്ടിരിക്കും. പ്രിയേ, ഒരു മിനിറ്റ്. എന്താ എന്താ അവിടെ പോയി നിന്ന്? വെറുതെ. അത് നിത്യ ദയിപ്പിച്ച സ്ഥലമാണ്. അതുകൊണ്ടെന്താ? പ്രിയക്ക് പേടിയൊന്നുമില്ലേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കാൻ? എന്തിനു പേടിക്കണം? അല്ല, ഈ പ്രേതം. പ്രേതോ? ഇന്നത്തെ കാലത്തോ? ശരത്തിന് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ?
എനിക്ക് വിശ്വാസമൊന്നുമില്ല. അതെന്താ വിശ്വാസം ഇല്ലാത്ത? പ്രേതമില്ലേ? അല്ല അത് പിന്നെ അപ്പൊ ഇത്രയുള്ള ആള്? ഞാൻ വെറുതെ പേടി അഭിനയിച്ചല്ലേ. എന്നാലേ പ്രേതമുണ്ട്. ദുർമരണം നടന്നവരുടെ ആത്മാക്കള് അത്ര പെട്ടെന്ന് ഈ ഭൂമി വിട്ടു പോവില്ല. അവരെ ആ അവസ്ഥയിൽ എത്തിച്ചവരെ പ്രേതം ആക്രമിക്കും. പിന്നെ പ്രേതത്തിനും അതല്ലേ പണി. ശരത്ത് കണ്ടോ, നിത്യയ്ക്ക് ഇങ്ങനൊരവസ്ഥ വരാൻ കാരണം ആര് തന്നെ ആയാലും അവരെ നിത്യയുടെ ആത്മാവ് വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്കതൊന്നും വിശ്വാസമില്ല, പേടിയില്ല. അതൊക്കെ താനേ വന്നോളും. ഒന്നുറപ്പാ, നിത്യയുടെ ആത്മാവ് ഈ പരിസരത്ത് തന്നെയുണ്ട്. എനിക്കത് ഫീൽ ചെയ്തു ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോ. വെറുതെ മണ്ടത്തിനൊന്നും പറയണ്ട. ശരത്തിന് നല്ല പേടിയുണ്ടല്ലേ? പേടിയോ? എനിക്ക് എന്നെ കുറിച്ച് അറിയാത്തോണ്ട് ഈ ലോകത്ത് ഒന്നിനെ എനിക്ക് പേടിയില്ല. ചോരച്ചാലുകൾ നീന്തിക്കേറി വന്നവനാ ഞാൻ. അങ്ങനെയുള്ളവരെയാ പ്രേതത്തിന് കൂടുതൽ ഇഷ്ടം. സാരമില്ല, അവസരം കിട്ടും. പ്രേതം തന്നെ അതുണ്ടാക്കിക്കോളും.